ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സച്ചി എന്തായാലും വീട്ടിൽ നിന്ന് കഴിക്കില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. എന്നിട്ട് പുറത്തേക്ക് പോകുന്നു. ഓഫീസിലേക്ക് പോകുന്ന വഴി ഭക്ഷണം കഴിച്ചോളാമെന്നും പറയുന്നുണ്ട്. ഇത് കണ്ട് അവന്തിക പറയുന്നു, അല്ലെങ്കിലും ഈ ആണുങ്ങളുടെ കാര്യം ഇങ്ങനെയാണ്. വീട്ടിൽ എത്ര നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുത്താലും ഹോട്ടൽ ഭക്ഷണത്തോടാണ് താല്പര്യം. സച്ചിയുടെ എഴുന്നേറ്റ് പോയത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. അതിന് നിങ്ങളുടെ വിശദീകരണമൊന്നും വേണ്ട എന്ന് ആതിര അവന്തികയോട് പറയുന്നുണ്ട്. എത്ര നാളിങ്ങനെ ഹോട്ടലിൽ നിന്ന് കഴിക്കുമെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. ഇത് കേട്ട് ആതിര പോകാൻ തുടങ്ങുമ്പോൾ അവന്തിക ആതിരയോട് പറയുന്നുണ്ട്, ആതിരെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നാളെ മുതൽ 3 നേരവും അച്ഛനുള്ള ഫുഡ് മുറിയിൽ കൊടുത്താൽ മതി. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ച് അനഘ അവിടെ വന്നു. ഇവിടെ എല്ലാവരും മംഗളിനോടൊപ്പം ഒരുമിച്ചിരുന്നല്ലേ ഭക്ഷണം കഴിക്കുന്നത്? ഈ വീട്ടിലെ ശീലം അതല്ലേ? അതിനനുസരിച്ച് ചേച്ചിക്ക് പെരുമാറാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? എന്തിനെങ്ങനെ പുതിയ കാര്യങ്ങൾ പുറപ്പെടുവിക്കുന്നത് എന്ന് അനഘ ചോദിക്കുന്നു. കാലത്തിനും സൗകര്യങ്ങൾക്കും അനുസരിച്ച് ചില ശീലങ്ങൾ മാറണമല്ലോ എന്ന് അവന്തിക പറയുമ്പോൾ ആതിര പറയുന്നു, ഇവിടെ ഒരു ശീലങ്ങളും മാറേണ്ട കാര്യമില്ല. ഇവിടുത്തെ ശീലങ്ങൾ അനുസരിച്ച് എടുത്തി മാറിയാൽ മതി. അല്ലെങ്കിലും ഈ വീടിന്റെ ശീലങ്ങളും രീതികളും മാറ്റുക എന്നതാണല്ലോ ചേച്ചിയുടെ ഉദ്ദേശം. അർച്ചന എടുത്ത് ഈ വീട് വിട്ടു പോയതും ചേച്ചിയുടെ കുത്തിത്തിരിപ്പ് കൊണ്ടാണല്ലോ എന്ന് ദേഷ്യത്തോടെ അനഘ പറയുമ്പോൾ അവന്തിക അനഘയുടെ കരണത്തടിച്ചു. കുറെ നാളായി നീ ഇവരുടെ കൂടി എന്നെ കുറ്റം പറയാൻ തുടങ്ങിയിട്ട്. എന്റെ കൂടപ്പിറപ്പാണല്ലോ എന്ന് കരുതിയ ഇതുവരെ നിന്നെ ഞാൻ വെറുതെ വിട്ടത്. ഇനി എനിക്കെതിരെ തിരിഞ്ഞാലുണ്ടല്ലോ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്ന് ദേഷ്യത്തോടെ അവന്തിക അനഘയോട് പറയുന്നു. അല്ലെങ്കിലും എനിക്കറിയാം, സഹോദര സ്നേഹമോ ആത്മാർത്ഥതയോ ഒരിക്കലും ആരോടും ഇല്ലാത്ത ഒരാളാണ് ചേച്ചി. പക്ഷെ ഒരു കാര്യം ചേച്ചി ഓർത്തോ, ഇപ്പോ ചേച്ചി ഈ ചെയ്യുന്നതിനൊക്കെ ഒരിക്കൽ ചേച്ചിക്ക് മറുപടി പറയേണ്ടി വരും. അന്ന് അർച്ചനടുത്ത് പറഞ്ഞതുപോലെ ഈ വീടിന്റെ പടി ഇറങ്ങേണ്ടി വരില്ലേ എന്ന് പ്രാർത്ഥിക്ക് എന്ന് വളരെ ദേഷ്യത്തോടെ അവന്തികയോട് പറഞ്ഞിട്ട് അനഘ അവിടെ നിന്ന് പോകുന്നു. കണ്ടില്ലേ എന്റെ സ്വന്തം അനിയത്തിയോട് പോലും മനസ്സിലിരിപ്പ് എന്ന് അവന്തിക പറയുമ്പോൾ ആതിര പറയുന്നു, അവൾ പറഞ്ഞത് ശരിയാണ്. അച്ചു ചേച്ചി പിന്നെ ആരെയും വെറുതെ വെല്ലുവിളിക്കാറില്ല. ഈ വീടിനകത്തുള്ള അച്ചു ചേച്ചിയേക്കാൾ പുറത്തുള്ള അച്ചു ചേച്ചി ഭയക്കണം. സ്വന്തം ഭർത്താവിനെ പോലും ഉപേക്ഷിച്ച് ഈ വീട് വിട്ട് എന്റെ ചേച്ചി മാറി നിന്നിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആയിരിക്കുമെന്ന് എടുത്തേക്ക് തോന്നുന്നുണ്ടോ? അതെന്തിനാണെന്ന് കണ്ടു തന്നെ അറിയണം എന്ന് പറഞ്ഞ് ആതിരയും അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കേട്ട് പുച്ഛത്തോടെ നിൽക്കുകയാണ് അവന്തിക. ശേഷം കാണിക്കുന്നത് സച്ചി ഒരു ഹോട്ടലിലേക്ക് പോകുന്നുണ്ട്. സച്ചിക്ക് വേണ്ട ഭക്ഷണം ഓർഡർ ചെയ്തു. സച്ചി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവിടെ ഒരാൾ വന്നിട്ട് മസാല ദോശ പാഴ്സൽ ചെയ്ത് വാങ്ങിക്കുന്നുണ്ട്. ഇത് സച്ചി കേൾക്കുന്നു. സച്ചി അർച്ചനയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുന്ന കാര്യം ഇപ്പോൾ ഓർക്കുന്നുണ്ട്. സച്ചി അവരോട് മസാല ദോശ പാഴ്സൽ വേണമെന്ന് പറയുന്നുണ്ട്. ഒരു സ്പെഷ്യൽ തന്നെ ആയിക്കോട്ടെ എന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ വൃന്ദാവനത്തിലേക്ക് ആ പാഴ്സൽ എത്തി. ഞാൻ സ്വാമീസ് ഹോട്ടലിൽ നിന്നാണ്, ഒരു പാഴ്സൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അയാൾ ഇപ്പോൾ അർച്ചനയ്ക്ക് പാഴ്സൽ കൊടുത്തു. സന്തോഷത്തോടെയാണ് അർച്ചന അത് വാങ്ങിയത്. അർച്ചന സന്തോഷത്തോടെ ആ ഭക്ഷണം എടുക്കുന്നുണ്ട്. മസാല ദോശ എടുത്തപ്പോൾ ഇതിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഇതിൽ ഒരെണ്ണയല്ലേ ഉള്ളൂ. മസാല ദോശയോ? അപ്പോ എടുത്തിയുടെ നെയ്റോസ്റ്റ് എവിടെയെന്ന് ആലോചിക്കുകയാണ് അർച്ചന. എടുത്തേക്ക് വാങ്ങാതെ എനിക്ക് മാത്രം മസാല ദോശ വാങ്ങിയെന്നറിഞ്ഞാൽ അത് വല്ലാത്ത പ്രശ്നമാവുമല്ലോ എന്ന് അർച്ചന വിചാരിക്കുകയും പെട്ടെന്ന് അനൂപിനെ ഫോൺ വിളിക്കുകയും ചെയ്യുന്നു. ഏട്ടാ, സ്വാമീസ് ഹോട്ടലിൽ നിന്ന് പാഴ്സൽ കിട്ടിയെന്ന് പറയുന്നു. ഇത് മീര കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ എനിക്കുള്ള മസാല ദോശ മാത്രമല്ലേ ഉള്ളൂ. മീര എടുത്തിയുടെ നെയ്റോസ്റ്റ് ഈ പാഴ്സലിൽ ഇല്ല എന്നും അർച്ചന പറയുന്നു. മീര വിചാരിക്കുന്നു, അത് ശരിയപ്പോ പെങ്ങൾക്ക് മാത്രം മസാല ദോശ വാങ്ങി, എന്റെ കാര്യം മറന്നു, ഇനി വരട്ടെ ഞാൻ കാണിച്ചു തരാം എന്ന് വിചാരിച്ച് മീര എവിടെ നിന്ന് പോയി. അതുകൊണ്ട് തന്നെ ബാക്കി സംസാരവും മീര കേട്ടില്ല. അനൂപ് പറയുന്നു, മോൾ എന്താ ഈ പറയുന്നത്? ഞാൻ സ്വാമീസ് ഹോട്ടലിൽ ഒന്നും ഓർഡർ ചെയ്തില്ലല്ലോ. അത് വൈകുന്നേരം വാങ്ങാനിരിക്കായിരുന്നു. അർച്ചന പറയുന്നു. അപ്പൊ പിന്നെ ഈ പാഴ്സൽ ആരാ ഓർഡർ ചെയ്തത്? അറിയില്ല മോളെ, ഞാനല്ലെന്ന് അനൂപ് പറയുന്നു. ശരിയേട്ടാ, ഞാൻ വെക്കാണ് എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. എന്നിട്ട് അപ്പോൾ തന്നെ അർച്ചനയ്ക്ക് കാര്യം മനസ്സിലായി. അപ്പോ ഇത് സച്ചിയേട്ടൻ ഓർഡർ ചെയ്തതായിരിക്കും. എന്നെ സോപ്പിടാനുള്ള പരിപാടിയാണല്ലേ, ശരിയാക്കി കൊടുക്കാം എന്ന് വിചാരിച്ച് സച്ചി ഫോൺ ചെയ്യാണ് അർച്ചന. സച്ചി ഭക്ഷണമൊക്കെ കഴിച്ച് കാറിൽ കയറാൻ തുടങ്ങുമ്പോഴാണ് ഈ വിളി വന്നത്. എന്റെ കാര്യം എന്നെ ദേഷ്യം ഭാവിച്ച് പറയുകയാണ് സച്ചി. എനിക്ക് മസാല ദോശ വാങ്ങാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെന്തിനാ സ്വാമീസ് ഹോട്ടലിൽ നിന്ന് മസാല ദോശ ഓർഡർ ചെയ്ത് കൊടുത്തു വിട്ടത് എന്ന് അർച്ചന പറയുമ്പോൾ എനിക്ക് തോന്നി ഞാനത് ചെയ്തു എന്ന് സച്ചി പറയുന്നുണ്ട്. അർച്ചന പറയുന്നു, എന്നാലേ ഞാനതെടുത്ത് പറമ്പിൽ കളഞ്ഞിട്ടുണ്ട്, മേലിൽ ഇത് ആവർത്തിച്ചേക്കരുത് എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോൺ വെക്കുകയാണ് അർച്ചന. എന്നാൽ പറമ്പിൽ കളഞ്ഞതൊന്നുമില്ല. വളരെ ആഗ്രഹത്തോടെയും ഇഷ്ടത്തോടെയും അർച്ചന ആ ഭക്ഷണം കഴിക്കുകയാണ്. അന്നൊരിക്കൽ സച്ചി അർച്ചനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യം ഓർക്കുന്നു. തുടർന്ന് മീരയെ കാണിക്കുന്നു. മീരയാണെങ്കിൽ ദേഷ്യത്തോടെ ഇരിക്കുകയാണ്. ഈ സമയം അനൂപ് അവിടേക്ക് എത്തി. നീ എന്താ പിണങ്ങിയിരിക്കുകയാണോ? ഈ പിണക്കം മാറ്റാൻ ഒരു വഴിയുണ്ട് എന്ന് അനൂപ് പറയുന്നുണ്ട്.
ദേ നോക്കിയ സാമ്യസ് ഹോട്ടലിൽ നിന്റെ ഫേവറേറ്റ് നെയ് റോസ്റ്റ് ചെയ്യുന്ന അനൂപ് പറയുന്നുണ്ട്. വളരെ ദേഷ്യത്തോടെ മീര അത് തട്ടി എറിയുന്നുണ്ട്. എന്താ വേണ്ടേന്ന് ചോദിക്കുന്നു. എനിക്ക് വേണ്ട, രാവിലെ നിങ്ങൾ പെങ്ങൾക്ക് മാത്രമായിട്ട് മസാല ദോശ വാങ്ങിച്ചില്ലേ, അപ്പോ എന്റെ കാര്യം മറന്നുപോയോ എന്ന് മീര ചോദിക്കുന്നു. അല്ലെങ്കിലും അവളെ എപ്പോ വന്നാലും ഇങ്ങനെയാണ്, എന്റെ കാര്യം നിങ്ങൾ മറന്നുപോകും. ഇതും കൂടി നിങ്ങളുടെ പെങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കുക, അവള് കഴിക്കട്ടെ എന്ന് മീര. നീ എന്ത് മണ്ടത്തരമായി പറയുന്നത്? നേരത്തെ വാങ്ങിച്ചു കൊടുത്ത മസാല ദോശ ഞാൻ ഓർഡർ ചെയ്തതല്ല എന്ന് അനൂപ് പറയുമ്പോൾ മീര പറയുന്നു, എന്നോട് നിങ്ങൾ കള്ളം പറയണ്ട. ഈ സംശയം രാവിലെ അച്ചുവിനും ഉണ്ടായി. മസാല ദോശയുടെ പാഴ്സൽ കിട്ടിയപ്പോൾ തന്നെ അവൾ എന്നെ വിളിച്ചു. ഞാൻ ഓർഡർ ചെയ്തതല്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ ഞെട്ടി. എത്ര നന്നായാണ് പിന്നെയും നിങ്ങൾ കള്ളം പറയുന്നത് എന്ന് മീര പറയുന്നു. കമലയും അർച്ചനയും എവിടേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ആങ്ങളെയും പെങ്ങളും കൂടി എന്നെ പറ്റിക്കാണ്. അർച്ചന പറയുന്നു, അതെ, എന്റെ മസാല ദോശയുടെ പേരിൽ നിങ്ങൾ തമ്മിലടിക്കണ്ട. അതെനിക്കെന്റെ ഭർത്താവ് ഓർഡർ ചെയ്ത് കൊടുത്തയച്ചതാണ്. ഈ സമയം തറയിൽ കിടക്കുന്ന നെയ്റോസ്റ്റ് നോക്കുകയാണ് മീര. ഇതെന്താ ഈ കിടക്കുന്നത് എന്ന് കമല ചോദിക്കുമ്പോൾ അനൂപ് പറയുന്നുണ്ട്, ഞാൻ ഇവൾക്ക് വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത നെയ് റോസ്റ്റ് അതാണത്. ഒരു കാര്യം ചെയ്യ്, അത് തന്നെ എടുത്ത് കഴിക്കുക. നീയല്ലേ വലിച്ചെറിഞ്ഞത്? എടി, ആഹാരം വലിച്ചെറിയരുതെന്ന് നിനക്ക് അറിഞ്ഞൂടെ? സാരമില്ല, അതിൽ അഴുക്ക് പറ്റിയിട്ടില്ല, നാണക്കേട് വിചാരിക്കേണ്ട, നീ തന്നെ അതെടുത്ത് കഴിക്കണം, ചെല്ല് എന്ന് കമല പറയുന്നു. ഇന്ന് അച്ചു സ്വാമീസ് ഹോട്ടലിലെ മസാല ദോശയാണെന്ന് പറഞ്ഞ് അനൂപ് വാങ്ങിച്ചത് അർച്ചനയ്ക്ക് കൊടുക്കുന്നു. ഞാൻ രാവിലെ ഒരു മസാല ദോശ കഴിച്ചതാണ്, ഇത് എടുത്ത് കഴിച്ചോടോ എന്ന് അർച്ചന പറയുന്നു. നാണക്കേട് വിചാരിക്കേണ്ട, വാങ്ങിച്ചോ എന്ന് കമലയും. അങ്ങനെ അർച്ചന അത് മീരയ്ക്ക് കൊടുത്തു. പുഞ്ചിരിയോടെ മീര അത് വാങ്ങി. എന്തൊരു പെണ്ണ ഇത്, കൊച്ചു പിള്ളേരെ പോലെ പിണങ്ങാൻ നടക്കുന്നു. അർച്ചന പറയുന്നുണ്ട്, അമ്മ എടുത്തെ കുറ്റം പറയണ്ട, എടുത്തിയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇവിടെ കൊലപാതകം നടന്നേനെ. പെട്ടെന്ന് അർച്ചനയ്ക്കൊരു വേദന വരുന്നു. വയറ്റിലെന്തോ കൊളുത്തി വലിച്ചതുപോലെ വേദന. അത് കുഞ്ഞ് ചവിട്ടിയതായിരിക്കുമെന്ന് മീര പറയുമ്പോൾ അനൂപ് പറയുന്നു, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഓ, അതിന്റെ ആവശ്യമില്ല, ഞാനൊക്കെ എത്ര ചവിട്ട് കൊണ്ടതാ എന്നെ മീര. മോള് വന്നേ, അകത്ത് പോയി കുറച്ചു നേരം കിടക്കാമെന്ന് പറഞ്ഞ് കമല അർച്ചനയും കൂട്ടി അകത്തേക്ക് പോകുന്നു. ഈ സമയം മീര അനൂപിനെ പുഞ്ചിരിയോടെ നോക്കുമ്പോൾ അനൂപ് മീരയോട് പറയുന്നു, ദേ ഒന്ന് വെച്ച് തന്നാലുണ്ടല്ലോ. ചിരിച്ചുകൊണ്ട് മീര അകത്തേക്ക് പോകുന്നു. അർച്ചനയുമായിട്ട് കമല മുറിയിലേക്ക് വന്നു. ഇപ്പൊ വേദനയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ കുഴപ്പമില്ലെന്ന് അർച്ചന. കുറച്ചു നേരം കിടക്കെന്ന് കമല പറയുമ്പോൾ ഞാനിവിടെ ഇരുന്നോളാം എന്ന് അർച്ചന പറയുന്നുണ്ട്. അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. കമല അർച്ചനയ്ക്ക് കുടിക്കാൻ എടുക്കാനായി പോകുന്നു. സച്ചിയുടെയും അർച്ചനയുടെയും ഒരു ഫോട്ടോ, ഫ്രെയിം ചെയ്ത ഫോട്ടോ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അർച്ചന ഇപ്പോൾ അത് എടുക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞ് എന്റെ വയറ്റിൽ കിടന്ന് ചവിട്ടി തുടങ്ങി. സച്ചിയേട്ടൻ ഇത് വല്ലതും അറിയുന്നുണ്ടോ? ആൺകുട്ടിയാണെങ്കിലാ ഇങ്ങനെ ചവിട്ടുന്നത് എന്നാണ് ചിലര് പറയുന്നത്. ചിലപ്പോ ആയിരിക്കും. മലമുകളിലെ ക്ഷേത്രത്തിലെ തിരുമേനി പറഞ്ഞത് എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരു ആൺകുട്ടിയായിരിക്കുമെന്നല്ലേ? എന്തൊരു ചവിട്ടിയത്, നല്ല കുറുമ്പനാണെന്നാ തോന്നുന്നത് എനിക്ക് അർച്ചന പറയുന്നുണ്ട്. എന്നിട്ട് ആ ഫോട്ടോ തിരികെ അവിടെ വെച്ചു. ശേഷം അർച്ചന പ്രഗ്നന്റ് ആണ് എന്നറിഞ്ഞ ആ ഒരു സംഭവം, ആ ഒരു സന്ദർഭം ഓർക്കുകയാണ് അർച്ചന. അപ്പോഴത്തെ ആ സച്ചിയുടെ സന്തോഷം. പിന്നീട് അവർക്ക് പിരിയേണ്ടി വന്നപ്പോൾ സച്ചി അർച്ചനയോട് പറഞ്ഞ കാര്യങ്ങളും സച്ചിയുടെ വിഷമവും എല്ലാം ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണ് അർച്ചന. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.